ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ മീൻ വാങ്ങിച്ചായിരുന്നു കേട്ടോ ഉച്ചക്കത്തേക്ക് കറി വയ്ക്കാനായിട്ട്. അപ്പോൾ കേരമീനാട്ടോ നമ്മൾ വാങ്ങിച്ചത്. നല്ല മീനാട്ടോ, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല മീനായിരുന്നു. പിന്നെ അത് കഴുകിയൊക്കെ എടുത്തു, മുളക് തിരുമ്മി വെച്ച് വറക്കാനുള്ളത്. പിന്നെ ഇത് നമ്മൾ കറി വയ്ക്കാനായിട്ടാട്ടോ. മുളകും മല്ലിയും വറുത്തിട്ട് കറി വയ്ക്കൂല, അങ്ങനെ കേട്ടോ ഞാൻ കൂടുതലും കറി വെക്കണത്. അപ്പോൾ അങ്ങനെ വെക്കാനാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചട്ടിയിൽ ആവശ്യത്തിന് വെള്ളം എടുത്തു, ഉപ്പും കുടംപുളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ട് അത് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുളിയെല്ലാം ഇറങ്ങട്ടെ എന്ന് ഓർത്തു. എന്നിട്ട് നമ്മുടെ ഈ പൊടികൾ ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം. നന്നായിട്ട് തിളച്ചാൽ പുളിയെല്ലാം ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മീൻ അതിനകത്തേക്ക് പറക്കിയിടാം. ഇപ്പം ഞാൻ അതേ മീൻ അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് കറി ചാറ് കുറവാട്ടോ. എന്താണെന്ന് വെച്ചാൽ കുറുകിയ ചാറല്ല, എനിക്ക് കുറുകിയിരിക്കുന്ന കറി ഒന്നും ഇഷ്ടമല്ല. ഒരു ഇച്ചിരി ചാറായിട്ടിരിക്കുന്നത് എനിക്കിഷ്ടം, ലൂസായിട്ട്. അപ്പോൾ ആ ഒരു രീതിയിലാട്ടോ ഞാൻ ചെയ്തേക്കുന്നത്. അപ്പം നമ്മുടെ മീൻ കറി ഇനി വേകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മൂടി വയ്ക്കാം. മീൻകറി വേകാൻ ഒട്ടും താമസമില്ലല്ലോ. മീൻകറി സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതൊന്ന് താളിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി, ഒരു 5-6 ചുള ഉള്ളിയും കറിവേപ്പില, നമ്മുടെ കറിവേപ്പില ഉണ്ടായിരുന്നു, ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പം അതും ഇട്ട് നമുക്ക് താളിക്കണം. അപ്പോൾ ഉള്ളി നമ്മുടെ നന്നായിട്ടൊന്ന് മൂക്കട്ടെ. അപ്പം ഞാൻ ദേ താളിച്ചിട്ടുണ്ട്. നോക്കിക്കുക, നല്ല അടിപൊളി കറിയായിട്ട് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതുപോലെ കേട്ടോ ഞാൻ കറി വെക്കണത്. അപ്പോൾ അതേ ഞാൻ ചോറുണ്ണാൻ പോവാണ്. മീൻ കറി ഒഴിച്ചു, അച്ചാറുണ്ട്, മീൻ വറുത്തതുണ്ട്. രാവിലെ ഞാൻ കാപ്പിക്ക് ഉണ്ടാക്കിയ വൻപയറാട്ടോ അതുമുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഇഞ്ചിക്കറി ആട്ടോ. ഇത് ഇന്നുണ്ടാക്കിയതല്ല, ഇന്നലെ ഉണ്ടാക്കിയതാണ്. എനിക്ക് ഇഞ്ചിക്കറി ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് എല്ലാം കൂടെ കൂട്ടി കഴിക്കാൻ പോയിട്ട്